സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് സെൽഫ് ഗോൾ അടിച്ച് അഖിൽ മാറ. ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രോളി. കണ്ടു നോക്ക്. ഇവിടെ പറമ്പുകൾ കുറവായിരുന്നു. മറ്റേത് എവിടെ ഉത്തരേന്ത്യയിൽ നിന്ന് ഇതിനൊന്നും പ്രശ്നമല്ല, പറമ്പുകൾ ഇങ്ങനെ കിടക്കുക. അപ്പൊ മറ്റേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് അങ്ങ് ആക്ഷേപിക്കുക. എടാ, നിന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കക്കൂസ് ഇല്ലാത്ത ജനതയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? നീ മനസ്സിലാക്കുന്ന അവിടുത്തെ സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ ജനതയ്ക്ക് അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ പറയുകയാണ് കക്കൂസ് പണിയണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം, അയാള് എത്രത്തോളം താഴെത്തട്ടിലുള്ള ജനതയുടെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കും. ശ്രീ അഖിൽ കോട്ടാത്തല ഒരു കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ നമ്മൾ അറിയാവുന്ന ആരും തന്നെ കക്കൂസ് ഇല്ലാത്തവരെ കളിയാക്കത്തില്ല. അവരോട് സഹതാപമുണ്ട്, ഒപ്പം തന്നെ അവരെ അങ്ങനാക്കിയ സർക്കാരിനോട് വിദ്വേഷവുമുണ്ട്, പരിഹാസവുമുണ്ട്. ഓക്കെ, അതാദ്യം തന്നെ പറയാം. ഇനി നമുക്ക് മാറ്ററിലേക്ക് കടക്കാം. നമുക്ക് ഇപ്പൊ നടക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോവാം. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് ഇന്നേക്ക് 11 വർഷക്കാലത്തോളവും കുറെ ദിവസങ്ങളുമായിട്ടുണ്ട്, കുറെ മാസങ്ങളുമായിട്ടുണ്ട്. നാളിതുവരെ ഇന്ത്യ എന്ന് പറയുന്ന സ്വന്തം രാജ്യത്തിൽ സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വീട്ടിൽ കക്കൂസില്ല എന്ന് പറയുന്നതിലും നാണക്കേട് മറ്റൊന്നുമില്ല. അവർക്കല്ല നാണക്കേട്, രാജ്യം ഭരിക്കുന്നവർക്ക് നാണക്കേട് വേണ്ടത്. അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കാൻഡിഡേറ്റ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്, അല്ലെ? പ്രധാനമന്ത്രിക്ക് കേവലം 11 വർഷക്കാലം കൊണ്ട് കക്കൂസ് പോലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സ്വയം തുറന്ന് സമ്മതിക്കുന്ന BJPയുടെ കാൻഡിഡേറ്റ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിലും ഇത് BJPക്ക് തന്നെ ഒരു നാണക്കേടായി മാറി. അതായത് പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ. എന്നാൽ പെട്രോൾ ഇനത്തിൽ, പെട്രോളിന്റെ ടാക്സിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കോടി രൂപ സർക്കാരിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതായത് ജനങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 11 വർഷക്കാലത്തോളമായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണ്. യഥാർത്ഥത്തിൽ പെട്രോളിന്റെ വില എത്രയെന്നറിയോ? ഒരു സെക്കൻഡേ ജെമിനി, ഇന്ത്യയിലേക്ക് വരുന്ന പെട്രോളിന്റെ ഹോൾസെയിൽ റേറ്റ്, അതായത് ടാക്സ് ഇല്ലാതെ വിത്തൗട്ട് ടാക്സിൽ 1 ലിറ്ററിന് ഹോൾസെയിൽ എത്ര രൂപയാണ്? അതായത് ഇപ്പോഴത്തെ വില. ഇപ്പൊ കിട്ടിയ കണക്കുകൾ അനുസരിച്ച് ടാക്സ് ഇല്ലാത്ത പെട്രോളിന്റെ വില ലിറ്ററിന് ഏകദേശം 50 രൂപയ്ക്ക് അടുത്താണ്. ഇത് ഡീലർമാർക്ക് കൊടുക്കുന്ന വിലയാണ്. ശരി, അപ്പൊ മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അപ്ഡേറ്റ് ടുഡേ എല്ലാ ദിവസവും അപ്ഡേറ്റ് ഉള്ള ഗൂഗിൾ ജെമിനി പറഞ്ഞ വിലയാണ് കേട്ടോ. അതായത് 50 രൂപയാണ്. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് പോലും, ലോകത്തിന്റെ പെട്രോളിന്റെ അവസ്ഥ ആയിട്ട് പോലും ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന പെട്രോളിന്റെ വില നമ്മൾ മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ്? ഇരട്ടിയിൽ കൂടുതൽ. 50 രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്ന പെട്രോൾ നമ്മൾ മേടിക്കുന്നത് 105, 125 രൂപയ്ക്കാണ്. മറ്റേ ചില സ്പെഷ്യൽ പെട്രോൾ ഉണ്ടല്ലോ, 125 രൂപ വിലയായി. 105 നമ്മൾ മേടിക്കുന്ന പെട്രോൾ വില 55 രൂപ. 50 രൂപയുടെ സാധനത്തിന് നമ്മൾ 55 രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്. അത് എത്ര വർഷം കൊണ്ട്? ഈ 11 വർഷം കൊണ്ട് ശ്രീ മോദിജി കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നമ്മളുടെ അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും കക്കൂസ് ഇല്ല പല സംസ്ഥാനങ്ങളിലും. കേരളത്തിലല്ല കേട്ടോ, കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റഡ് ആണ്, ഒരു വീട്ടിൽ പോലും കക്കൂസ് ഇല്ലാതില്ല. അത് ഈ ഇദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ അഖിൽ കോട്ടാത്തല എന്ന് പറയുന്ന BJPയുടെ കാൻഡിഡേറ്റ് സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല BJP സംസ്ഥാനങ്ങളിൽ കക്കൂസ് ഇല്ലാന്ന്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കക്കൂസ് ഇല്ലാത്തതെന്ന് ചോദിച്ചു നോക്കാം. ജെമിനി, ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്കും മറ്റ് ഒക്കെ ഉപയോഗിക്കാൻ കക്കൂസുകളില്ലാത്ത സംസ്ഥാനം? ഇന്ത്യയിൽ ശുചിമുറി സൗകര്യങ്ങളുടെ കാര്യത്തിൽ പല സംസ്ഥാനങ്ങളും പിന്നിലാണ്. പ്രധാനമായും ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്ക് ടോയ്ലറ്റ്. എങ്ങനെയുണ്ട്? ഇതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടോയ്ലറ്റ്, ശുചിമുറി ഇല്ലാത്തത്. മനസ്സിലാക്കണം, സ്ത്രീകൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, കൊച്ചുകുട്ടികൾ, അവർക്ക് പോലും കക്കൂസ്, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും കക്കൂസ് ഇല്ല എന്ന് പറയുമ്പോ പിന്നെ ഇവർ എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ അഖിൽ കോട്ടാത്തല, താങ്കൾ തന്നെ പറയൂ. താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് പ്രധാനമന്ത്രി അങ്ങനെ ചോദിക്കുന്നു എന്ന് പറയും? സത്യമാണത്. ഇപ്പൊ തന്നെ ഗൂഗിൾ ജെമിനി പറഞ്ഞത് കേട്ടില്ലേ? ഇന്ത്യയിലെ BJP ഭരിക്കുന്ന ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കക്കൂസ് ഇല്ല. എന്നാൽ കക്കൂസിന്റെ പേരിൽ
1 ലിറ്റർ പെട്രോളിന് ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾ, ഇന്ത്യൻ പൗരന്മാർ 55 രൂപ എക്സ്ട്രാ ടാക്സ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഇനത്തിലും ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിൽ ഡീലർമാർ ലാഭം കഴിഞ്ഞ് ബാക്കി ഗവൺമെന്റ് കിട്ടുന്ന പൈസയല്ലേ. എന്തുകൊണ്ട് നിങ്ങൾ BJP-കാർ പോലും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് കക്കൂസില്ല എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ നാണക്കേടുണ്ടോ? ഇനി നിങ്ങൾ എന്താണ് വികസിപ്പിക്കാനുള്ളത്? അത് ചോദിക്കാം. സ്വന്തം സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കക്കൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത എന്ത് വികസനമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ? പോയിന്റ് മനസ്സിലായോ? ഇതൊക്കെ ഡയലോഗുകളിൽ മാത്രം, പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. GDP-യിൽ 4ാമത്തെ രാജ്യമാണെന്നാണ് പറയുന്നത്. എത്ര കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കേരളത്തിലില്ല, ശരിയാണ്. കേരളം ഏകദേശത്തെ നല്ലപോലെ എല്ലാ കാര്യത്തിലും പൂർണ്ണമാണ്. ഇതാണ് അവസ്ഥ. ശ്രീ അഖിൽ കോട്ടാത്തല, താങ്കളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എപ്പോഴും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, കേരളത്തിൽ സംസാരിക്കുമ്പോൾ, കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള സത്യങ്ങൾ താങ്കൾ എപ്പോഴും തുറന്ന് പറയാൻ ശ്രമിക്കുക. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെ, അതിനെ അംഗീകരിക്കുന്നു. BJP-ക്ക് ട്രോളാണെങ്കിലും അല്ലെങ്കിൽ BJP-ക്ക് ഇതൊരു നെഗറ്റീവ് സംഭവമാണെങ്കിലും താങ്കൾ പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനിയും യാഥാർത്ഥ്യങ്ങൾ പറയാൻ താങ്കൾ ശ്രമിക്കുക. നന്ദി.